തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കും. സിനിമയിൽ സൂപ്പർ സ്റ്റാറായി കത്തി നിൽക്കുമ്പോൾ എയ്ഡ്സ് ബാധിച്ച കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിന്ന മനുഷ്യനാണ് സുരേഷ് ഗോപി. അദ്ദേഹത്തെ വിമർശിക്കുമ്പോൾ അതിൽ എത്രത്തോളം ശരിയുണ്ടെന്ന് കാണുന്നവരാണ് ജനം. ആ ജനം ചിന്തിക്കുന്നതാണ് താൻ പറയുന്നത്. തൃശൂരിൽ സുരേഷ് ഗോപി വിജയിക്കുമെന്ന് ഉറപ്പിച്ച് പറയുകയാണ് ബിഗ് ബോസ് മലയാളം വിജയും സംവിധായകനുമായ അഖിൽ മാരാർ. അഖിൽ മാരാറിനെ നമുക്കറിയാം, തന്റേതായ നിലപാടുകളും തീരുമാനങ്ങളും ഒക്കെ തുറന്നു പറയാൻ യാതൊരു മടിയും കാണിക്കാത്ത ആളാണ് അഖിൽ മാരാർ. പലപ്പോഴും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളൊക്കെ വൻ വിമർശനങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അദ്ദേഹം ഒരു തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. അദ്ദേഹം പറയുന്നത് തൃശൂരിൽ സുരേഷ് ഗോപി വിജയിക്കുമെന്ന് ഉറപ്പിച്ച് പറയുകയാണ്. മാത്രമല്ല അതിന് അദ്ദേഹം തക്കതായിട്ടുള്ള ചില കാരണങ്ങൾ വിശദീകരിക്കുന്നു. സുരേഷ് ഗോപി ജയിക്കും എന്ന് താൻ പറഞ്ഞത് ജനം ചിന്തിക്കുന്നത് ആലോചിച്ചാണ്. സുരേഷ് ഏട്ടനെ വിമർശിക്കുമ്പോൾ അതിൽ എത്രത്തോളം ശരിയുണ്ടെന്ന് കാണുന്നവരാണ് ജനം. ചില കാര്യങ്ങൾ വിക്രീകരിച്ച് അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യുമ്പോൾ ജനം അദ്ദേഹത്തിനൊപ്പമേ നിൽക്കൂ. താൻ മുമ്പ് നടത്തിയ പല രാഷ്ട്രീയ വിശകലനങ്ങളും പിന്നീട് ഇങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. കോൺഗ്രസ് പ്രവർത്തകനാകുമ്പോൾ തന്നെയാണ് ഞാൻ BJP ഭരണം നേടുമെന്ന് പറഞ്ഞത്. ഇഷ്ടപ്പെട്ട നേതാവായിട്ടും ഉമ്മൻചാണ്ടി സർക്കാർ 2016 തോൽക്കുമെന്ന് പറഞ്ഞത് അതൊന്നും പ്രവചനമല്ല, രാഷ്ട്രീയ കാര്യങ്ങൾ നിരീക്ഷിച്ച് പറയുന്നതാണ്. സുരേഷ് ഗോപിയുമായി വലിയ പേഴ്സണൽ ബന്ധമുള്ള ആളൊന്നുമല്ല. അദ്ദേഹത്തിന്റെ വീട്ടിലെ കല്യാണത്തിന് എല്ലാവരും പോയി, ഞാൻ പോയില്ല. കാരണം അത്രയ്ക്കുള്ള ബന്ധമേ ഉള്ളൂ. പുള്ളി എന്തെങ്കിലുമൊക്കെ തരുമെന്ന് വിശ്വസിച്ചുമല്ല ഞാൻ ഒന്നും പറയുന്നത്, റിയാലിറ്റിയാണ് ഞാൻ പറയുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് എയ്ഡ്സ് വന്ന 2 കുട്ടികളുണ്ടായിരുന്നു. അന്ന് സൂപ്പർ സ്റ്റാറായി കത്തി നിൽക്കുന്ന സമയത്ത് ആ കുട്ടികൾക്ക് വേണ്ടി ഈ മനുഷ്യൻ നിന്നു. അതുപോലെ എൻഡോസൾഫാൻ വിഷയം വന്നപ്പോഴും അദ്ദേഹം അവർക്കൊപ്പം നിന്നു. സ്വന്തം പൈസ എടുത്ത ആളുകളെ സഹായിക്കുന്നത് പ്രശസ്തിക്ക് വേണ്ടിയല്ല. കരുണാകരനുമായി സുരേഷ് ഗോപിക്ക് അടുത്ത ബന്ധമായിരുന്നു. അന്നും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം കിട്ടിയിട്ടും സ്വീകരിച്ചില്ല, സ്ഥാനമാനങ്ങളും വാങ്ങിയിട്ടില്ല. ഞാൻ ഇടയ്ക്ക് മേജർ രവി സാറിനെ കണ്ടപ്പോൾ പറഞ്ഞു, സുരേഷ് ഏട്ടനെ കാണുമ്പോൾ ഒന്ന് പറഞ്ഞേക്കൂ, അധികം സംസാരിക്കേണ്ട, അധികം സംസാരിച്ചാൽ ചിലപ്പോൾ തോറ്റുപോകും. കാരണം നിഷ്കളങ്കമായി പറയുന്ന കാര്യങ്ങൾ പിന്നീട് അപകടമാകും എന്നായിരുന്നു അഖിൽ മാരാർ പറഞ്ഞത്. കൂടാതെ 2018 താൻ എഴുതിയ ഒരു പോസ്റ്റ് ഉണ്ട്, ഞാൻ ഭാവിയിൽ ആരെങ്കിലുമായി തീർന്നിരിക്കാം എന്ന്. എന്തെങ്കിലുമൊക്കെ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരാളായി ഞാൻ മാറിയിരിക്കും, പ്രകൃതി എന്നെ അതിലേക്ക് നയിച്ചിരിക്കുമെന്ന് ഞാൻ അന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ആ വർഷം തന്നെ ഞാൻ രാഷ്ട്രീയപരമായി മറ്റൊരു പോസ്റ്റ് കൂടി എഴുതിയിട്ടുണ്ടായിരുന്നു. അടുത്ത 10 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസ് പാർട്ടിയുടെയും തകർച്ച സംഭവിക്കുമെന്ന്, ജനങ്ങളുടെ വർഗീയ വികാരം കൂടി വരുന്നത് കൊണ്ട് BJP ശക്തമായ രാഷ്ട്രീയ പാർട്ടിയെ മാറുമെന്നും ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ നിരവധി സാധാരണക്കാരുടെ കൂടി ഇടപഴകുന്ന ആളാണ്. 2015 ഞാൻ പറഞ്ഞിരുന്നു, ഉമ്മൻചാണ്ടി സർക്കാർ എന്തൊക്കെ ചെയ്താലും അടുത്ത തവണ അധികാരത്തിൽ വരില്ല എന്ന്. ഉമ്മൻചാണ്ടിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജനകീയ നേതാവ്. ഒട്ടും ഞാനത് പറഞ്ഞത് ഞാൻ ജനങ്ങളോട് കൂടുതൽ അടുത്തിടപഴകുന്നത് കൊണ്ടാണ്, അവരുടെ ജനവികാരം എന്താണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്. എന്തൊക്കെ വികസനങ്ങൾ കൊണ്ടുവന്നാലും സാധാരണക്കാരനെ മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ അവിടെ വിജയമുണ്ടാവില്ല. എന്റെ പൊളിറ്റിക്കൽ വീക്ഷണങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഇത്തരത്തിലൊരു അഭിപ്രായം പറയുന്നത്. അക്കൂട്ടത്തിൽ ഒന്നാണ് സുരേഷ് ഗോപി ജയിക്കും എന്ന് പറഞ്ഞത്. അത് സുരേഷ് ഗോപിയുടെ പ്രവർത്തനം കണ്ടിട്ട്, അദ്ദേഹം ചെയ്യുന്ന നന്മകൾ കണ്ടിട്ടോ അല്ല, സുരേഷ് ഏട്ടൻ ചെയ്ത കാര്യങ്ങളെ വിമർശിക്കുമ്പോൾ ആ വിമർശിക്കുന്ന കാര്യങ്ങളിൽ എത്രത്തോളം ശരിയുണ്ടെന്ന് മറ്റുള്ളവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സുരേഷ് ഏട്ടൻ ഒരു മാധ്യമ പ്രവർത്തകരുടെ തോളിൽ തട്ടിയ സംഭവത്തെ വളച്ചൊടിച്ച് അദ്ദേഹത്തെ ആക്രമിക്കുമ്പോൾ ജനം അങ്ങേരുടെ കൂടെ നിൽക്കുകയുള്ളൂ. പുള്ളിയുമായി ഞാൻ അത്ര വലിയ അടുപ്പമൊന്നുമല്ല, പുള്ളി എനിക്കൊന്നും തരുമെന്ന് കരുതിയുമല്ല ഞാൻ പറയുന്നത്. പണ്ട് എയ്ഡ്സ് വന്നതിന്റെ പേരിൽ ചർച്ചയായ 2 കുട്ടികളുണ്ട്, ബെൻസണും ബെൻസിയും. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സൂപ്പർ സ്റ്റാറായി കത്തി നിൽക്കുന്ന സുരേഷ് ഗോപി ഈ കുട്ടികൾക്ക് വേണ്ടി നിന്നിട്ടുണ്ട്. എൻഡോസൾഫാൻ വിഷയം വന്ന സമയത്ത് അവിടുത്തെ ജനതയ്ക്ക് വേണ്ടിയും ആ മനുഷ്യൻ പോയിട്ടുണ്ട്. പ്രശസ്തിക്ക് വേണ്ടിയിട്ടോ പണത്തിന് വേണ്ടിയോ അല്ല അദ്ദേഹം ഇതൊന്നും ചെയ്യുന്നത്. അദ്ദേഹം സ്വന്തം പൈസ എടുത്താണ് ആളുകളെ സഹായിക്കുന്നത്. ആളുകളെ സഹായിക്കുന്നതിൽ നിന്നും അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു ആത്മസംതൃപ്തിയുണ്ട്. അതിനുവേണ്ടി അദ്ദേഹം ചെയ്യുന്നതാണ് എന്നാണ് അഖിൽ മാരാറുടെ വാക്കുകൾ. ഇപ്പോൾ ഈ വാക്കുകളെല്ലാം സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധേയമാവുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.